ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് രാഹുൽ ഗാന്ധി അണുബോംബുമായി വന്നു. ഇന്ന് നാളെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആദ്യഘട്ടം വരികയാണ്. ഇന്ന് ഹൈഡ്രജൻ ബോംബാണ്. ഇത് ബി.ജെ.പിയെ ബീഹാറിൽ പരാജയപ്പെടുത്തുമോ? ബി.ജെ.പിയെ ബീഹാറിൽ വൻ വിജയത്തിലെത്തിക്കാനും തേജസ്വി യാദവിനെ തേച്ചൊട്ടിക്കാനും ഇത് ഉപകരിക്കും. കാരണം തേജസ്വി യാദവ് അവിടെ മുഴുവൻ ഓടി നടന്ന് പറഞ്ഞത്, നമുക്ക് ഇവിടെ ആൾക്കാരെല്ലാം, നമ്മുടെ ആണുങ്ങളെല്ലാം പല സംസ്ഥാനത്തേക്ക് പോകുന്നു, തൊഴിലില്ല, ഇപ്പം ഞാൻ എല്ലാവർക്കും 2,70,00,000 ജോലി നിങ്ങൾക്ക് തരും. എല്ലാ വീട്ടിലും അവിടെ 26,000 ചീഫ് സെക്രട്ടറി മുതൽ പ്യൂൺ വരെ 26,000 പേരെ മറ്റാണ് സർക്കാർ ഉദ്യോഗത്തിലുള്ളത്. അപ്പോൾ അതിൽ മാറ്റി 2,70,00,000 വീടുകളിലേക്ക് ഒരാളെങ്കിലും ജോലിക്ക് ഏർപ്പെടുത്തും. അങ്ങനെ ഞാൻ എല്ലാവരെയും സർക്കാർ ആക്കും. ലോകത്ത് ഈ മോഹൻലാലിൻ്റെ സിനിമയെ പോലും ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ലീവ് എടുക്കണം എന്ന് പറഞ്ഞ പോലെ ആ സിനിമയെ പോലും നമ്മളിത് കണ്ടിട്ടില്ല. ഇങ്ങനെ എല്ലാവരെയും സർക്കാർ ഉദ്യോഗസ്ഥനാക്കുന്ന ഒരു പ്രക്രിയ. അപ്പോൾ അതുവരെ പറഞ്ഞ് ഏകദേശം ആൾക്കാരെയൊക്കെ സുഖിപ്പിച്ച് പാവം വേർത്ത് കിടന്ന് ഓടി പാടുപെട്ട് ഒത്തിരി റാലികൾ നടത്തി. അവിടെ വഖഫ് കൊണ്ടിരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിങ്ങളെ എത്രത്തോളം പ്ലീസ് ചെയ്യാമോ അത് പ്ലീസ് ചെയ്തു. ഇതിനിടയ്ക്ക് ഒരുത്തനെ കൊന്ന് കുഴപ്പമുണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. നാളെ ആളിൽ പോയി ഇതൊക്കെ കേട്ട് വോട്ട് ചെയ്യുന്നപ്പോഴാണ് അത് മുഴുവൻ മറച്ചുകൊണ്ട് ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. ഇപ്പം തേജസ്വി കരിഞ്ഞു നിൽക്കുകയാണ്. തേജസ് എല്ലാം പോയിട്ട് കർണാടകയിലാണ് വീണത്. അത്യത്തില് മന്ത്രി രാജു ഇത്തവണ തേജസ്വിയെ കുളിപ്പിച്ച് കിടത്തും. യാതൊരു സംശയവും വേണ്ട. അല്ല, ബോംബ് എന്തായാലും പൊട്ടുന്നുണ്ട് സ്വന്തം. അത് ഈ പണ്ട് ഒരു ഇതില്ലേ, പാർക്ക് കോരിയിട്ട് കാലിനിടെ വെച്ച് 1, 2, 3 എണ്ണിയില്ലേ, അതുപോലെ ആയിപ്പോയി. അതുപോലെയാണ് ഇപ്പൊ ഈ ബോംബും വരാൻ പോണത്. വലിയ പൊട്ടലായിരിക്കും പൊട്ടാൻ പോണത്. തേജസ്വിക്ക് ഇത് ഭയങ്കര. 1ാം ഘട്ടത്തിലെ പോളിംഗ് നിങ്ങൾ നോക്കൂ, അതിന്റെ റിസൾട്ട് നിങ്ങൾ നോക്കൂ. 2ാം ഘട്ടത്തിൽ വരുന്നതിനേക്കാൾ മോശമായിരിക്കും 1ാം ഘട്ടത്തിൽ. ഞാൻ വേണമെങ്കിൽ ബെറ്റ് വെച്ച് തരാം. കാരണം ഇങ്ങനെ ഒരു സാധനം വന്ന ആള് ഡെസ്പായി പോകില്ലെന്നേ. അല്ല, ഈ കോൺഗ്രസ്സുകാരനും ഈ ഗഡ്ബന്ധക്കാരും ഈ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് അവിടെ യാത്ര നടത്തിയിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയിട്ടില്ല. ഇതിനെക്കുറിച്ച് അവസാന ഘട്ട ഒരു തെരഞ്ഞെടുപ്പിന് 2-3 ദിവസം മുൻപാണ് പോയി കുളത്തിൽ ചാടിയത്. അതെ, അതിന് കാരണം വെച്ചാൽ ആദ്യത്തെ ഇതിൽ തേജസ്വിയും കൂടെ വിളിച്ചുകൊണ്ട് കറങ്ങി. അപ്പോൾ തേജസ്വിക്ക് മനസ്സിലായി ഇത് മുസ്ലിം യാദവ് വോട്ടാണല്ലോ അവരുടെ മെയിൻ. അപ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ കൈക്കലാക്കുക എന്നുള്ളതാണ് ആശാന്റെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായി. ഈ കള്ള വോട്ടുള്ളവരും വോട്ടില്ലാത്തവരും ഒക്കെ ആയ കുറേ ബംഗ്ലാദേശികളെ കൂടെ ഉൾപ്പെടുത്തി കോൺഗ്രസിനെ ഒന്ന് ശക്തിപ്പെടുത്താം. അങ്ങനെ തേജസ്വിയെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കില്ല, പിന്നെ പ്രഖ്യാപിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയപ്പോഴാണ് ലാലുവും ബാബറിയും തേജസ്വിയും കൂടെ പറഞ്ഞു മേലാൽ ഇതിനകത്തോട്ട് കയറിപ്പോരുത്. പിന്നെ നമ്മുടെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ കൊണ്ടുവന്ന് കാല് തിരുമിച്ചാണ് അതിനകത്തുനിന്ന് കയറിക്കോട്ടെ, 2 ദിവസം കുളത്തിൽ ചാടി മീൻ പിടിക്കുന്നവരുടെ കൂടെയൊക്കെ നടന്നോട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ ഷോ കാണിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സാന്നിധ്യമെങ്കിലും അറിയിച്ചോട്ടെ. പിന്നെ നരേന്ദ്രമോദി ഡാൻസ് ചെയ്യുന്നു, തലകുത്തി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വിഡ്ഢിത്തരങ്ങളൊക്കെ പറയും. അപ്പോൾ ആൾ കുറേ പേര് ചിരിക്കെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ട് വന്ന് ഇതെല്ലാം നടത്തിയിട്ട് പോട്ടെ എന്നും പറഞ്ഞ് കാണിച്ച വേലയാണ് ഇപ്പോൾ ആകെ ഈ വിധത്തിലായി വന്നിരിക്കുന്നത്. അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തേജസ്വി യാദവ് മുഖ്യമന്ത്രി കസേരയുടെ സമീപത്തെത്തിയായിരുന്നു. കോൺഗ്രസ് ആണ് അന്ന് പരാജയപ്പെടുന്നത്. കോൺഗ്രസ് 70 സീറ്റ് വാങ്ങി അന്ന് 19 സീറ്റിലേക്ക് ചുരുങ്ങിയതാണ്. ഇത്തവണ 9 വരെ ആയി പോകാന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ 19 ആയിരുന്നെങ്കിൽ ഇത്തവണ 9 വരെ താഴ്ന്നു പോകാം. അപ്പൊ അതിനായിട്ട് അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ തോൽവിക്ക് കാരണമായിട്ട് അടിച്ചതാണെങ്കിൽ പോലും ഇപ്പോൾ അടിക്കണ്ടായിരുന്നു. നാളത്തെ കഴിഞ്ഞ് 11-ാം തീയതി 2ാം ഘട്ടം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പേ അടിച്ചോട്ടെ. കാരണം റിസൾട്ട് വന്നിട്ട് അടിച്ചാൽ പിന്നെ തോറ്റിട്ടാ പറയുന്നതെന്ന് പറയും. അതുകൊണ്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ഹരിയാനയിൽ ഇതുപോലെ നടന്നു, ബീഹാറിൽ ഇതുപോലെ തന്നെ നടന്നിരിക്കുന്നു. ഇതൊക്കെ ജനം പറഞ്ഞാൽ വിശ്വസിക്കും. കാരണം ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഹരിയാനയിൽ ഇങ്ങനെ ഉണ്ടെന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കാം. ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഇന്നാണോ ഇത് പറയേണ്ടത്? ഇലക്ഷൻ വന്നിറങ്ങുമ്പോഴേ ഇത് പറയണ്ടേ? അല്ലെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ പറയണ്ടേ? അദ്ദേഹം ഇപ്പോൾ പറയേണ്ടത് ബീഹാറിനെ കുറിച്ചായിരുന്നു. അല്ല, ബീഹാറിനെ കുറിച്ചാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ ബീഹാറിൽ ഇത് നടക്കുന്നു പറഞ്ഞുകൊണ്ട് പാറ്റ്നയിലാണ് അദ്ദേഹം ഇത് നടത്തേണ്ടത്. ഞാൻ പറയുന്നു ഹരിയാനയിൽ പണ്ട് ഇങ്ങനെ നടന്നു, അതിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ എൻ്റെ ഉണ്ട്, അത് ഞാൻ ചേർന്ന് കാണിക്കാം. പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ പറ്റ്നയിൽ നിന്നുകൊണ്ട് ബീഹാറിനെയാണ്. ബീഹാറിൽ ഇത്രയും കള്ളത്തരം നടന്നിരിക്കുന്നു, ഞങ്ങൾ തോക്കാൻ വരെ സാധ്യതയുള്ള വിധത്തിൽ വന്നിരിക്കുന്നു. അവിടെ ഇരുന്ന് അടിച്ചിരുന്നെങ്കിൽ പക്ഷേ എങ്കിൽ തേജസ്വിയും ലാലും കൂടെ അടി കൊടുക്കും. കാരണം ഇലക്ഷന്റെ തലേ ദിവസം ഇങ്ങനെയൊക്കെ അടിച്ചാലേ ആള് ഡീമോറലൈസ്ഡ് ആയി പോകുന്നേ. കോൺഗ്രസ്സുകാരൻ പോലും വോട്ട് ചെയ്യാൻ പോകില്ല, RJD-കാരനും വോട്ട് ചെയ്യാൻ പോകില്ല. കാരണം അല്ല, അതിൽ തെളിവുകൾ സത്യമാണെങ്കിൽ BJP പ്രതിസന്ധിയാകുമല്ലോ. അത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ ആൾക്കാർക്ക് ഇതറിയില്ലേ? എല്ലാ വോട്ടിലും എല്ലാ ഇലക്ഷനിലും ഒരു 30% എന്ന് പറയുന്നത്
പോൾ ചെയ്യാതെ കിടക്കും. ആ കിടക്കുന്നത് മുഴുവൻ മരിച്ചവനും ഡബിളിംഗ് ഉള്ളവനും ഇതുപോലുള്ളതായിരിക്കും. അതിനെ എങ്ങനെയാണ് നമ്മൾ അത് അല്ലെങ്കിൽ ഇദ്ദേഹം പ്രൂവ് ചെയ്യണം ഇത് മുഴുവൻ പോൾ ചെയ്തിരിക്കുന്നത് BJPക്കാണ്. പോൾ ചെയ്താൽ പിന്നെ അതവിടെ കിടക്കൂ empty ആയിട്ട്. ഇതെന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ വോട്ടുകൾ അവിടെ 70% അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇത് പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ല, അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ആരോപണം BJPക്കും JDUവിനും വലിയ രീതിയിൽ ഗുണം ചെയ്യും. അവർ വലിയ അത് ചിലത് നെഗറ്റീവ് റിസൾട്ട് എന്ന് പറയില്ലേ, നമ്മൾ പോസിറ്റീവ് ആവാൻ വേണ്ടി അടിക്കുന്ന ചില ഗീർവാണങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് അത് ഏത് കള്ളം കാണിക്കുമ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ സിസർ കട്ട് ചിലത് അടിക്കുമ്പോൾ നമ്മൾ തന്നെ നടുവൊടിഞ്ഞ് വീഴും. കട്ട് നേരെ ആയില്ലെങ്കിലേ നടുവൊടിഞ്ഞ് വീഴും. അതുപോലത്തെ ഒരു കളിയാണ് ഇപ്പോൾ കളിച്ചിരിക്കുന്നത്. ഇത് ബീഹാറിൽ നല്ലത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവുമല്ലോ. ഇത് കേരളത്തിലെ കുറേ ചാനലുകാർക്കും ഇന്ന് രാത്രി ചർച്ച ചെയ്യാനുള്ള വിഷയമായിട്ട് ഇത് നിൽക്കുമെന്നല്ലാതെ 2 ദിവസം കഴിഞ്ഞാൽ ഇത് പോവും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ വോട്ട് ചോരിക്ക് ആദ്യം ഇവിടെ വരേണ്ടത് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകണം. അതിന് മുമ്പായിട്ട് ഇപ്പോൾ 32,000 വോട്ട് തിരുവനന്തപുരം പിന്നെ നഗരസഭയെ പോലും ഉണ്ടെന്ന് ഇങ്ങനെ ഡബിളിങ്ങും മറ്റതുമൊക്കെ ആയിട്ടുണ്ടെന്ന് BJP ഇവിടെ ആരോപിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസും കൂടെ ഇവിടെ വന്ന് അവരുടെയും കൂടെ ലിസ്റ്റ് എടുത്തിട്ട് 50,000 ഉണ്ടെങ്കിൽ 50,000 എന്ന് പറ. ഇങ്ങനെ ഓരോ ജില്ലയിലുള്ള എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് 5 ലക്ഷം 50 ലക്ഷം ഉണ്ടെങ്കിൽ 50 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം ഉണ്ടെങ്കിൽ 30 ലക്ഷം എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തി. അല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇദ്ദേഹം ഈ വോട്ട് ചോരി ആരോപണത്തെ കുറിച്ച് വലിയ രീതിയിൽ പ്രസംഗിക്കുന്ന നാം കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അദ്ദേഹത്തിന് തോറ്റ് കഴിഞ്ഞാൽ ഒരു ഇത് തന്നെയാണല്ലോ നമ്മൾ പറയണ്ടല്ലോ. ഇന്ത്യ മുന്നണിയിലെ ശിവസേന അടക്കമുള്ളവർ പല പ്രാവശ്യം പറഞ്ഞല്ലോ. ഈ നാഷണൽ കോൺഫറൻസിന്റെ ഒമർ അബ്ദുള്ള പറഞ്ഞു, നിങ്ങൾ ഈ തോറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ പറയരുത്, മഹാ നാണക്കേടാണ്. ഇത് മുമ്പേ പറ. തോറ്റ് കഴിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞാൽ വെറും നാണക്കേടാണ്. നമ്മൾ ഇലക്ഷന് മുമ്പേ പറയണം ഇതൊക്കെ. ഇവിടെ കള്ളവോട്ട് ഇത്ര ഉണ്ട്, ഇത് പോൾ ചെയ്യാൻ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് തടുക്കാനായിട്ട് പോകേണ്ടതാരാ? ബൂത്ത് ലെവൽ ഏജന്റുമാരാണ്. നമുക്ക് ബൂത്ത് ലെവൽ ഏജന്റ് ഇല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടുക, അതാണ് ചെയ്യേണ്ടത്. ഈ ഹരിയാനയിൽ സർവേ ബലത്തിൽ തങ്ങളാണ് ജയിച്ചത്, കോൺഗ്രസ് ആണ് ജയിച്ചത്. പക്ഷെ ബലം വന്നപ്പോൾ തങ്ങൾ തോറ്റു. പക്ഷെ ഇപ്പോൾ ബീഹാറിൽ BJP ജയിക്കുമെന്നാണ് സർവേ ബലം വരുന്നത്. ഇതിനെ എങ്ങനെയായിരിക്കും രാഹുൽ ഗാന്ധി പറയുക? അല്ലേ, അദ്ദേഹം പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ പാറ്റ്നയിൽ വന്നിട്ട് ഇപ്പോൾ ഈ നടക്കുന്ന ഇലക്ഷനിൽ മുഴുവൻ പിന്നെ പ്രശ്നമാണെന്ന് ഇപ്പൊ പറയണം. ഇപ്പൊ പറഞ്ഞാൽ അല്ല, ഹരിയാനയിലെ തോൽവി വ്യക്തമാണല്ലോ. കാരണം അവിടുത്തെ ഒരു വനിതയും അവിടുത്തെ നേതാവും തമ്മിലുള്ള ഈ മുഖ്യമന്ത്രി കസേരയുമായുള്ള തർക്കമാണ് അവിടെ പരാജയപ്പെട്ടതെന്ന് കോൺഗ്രസ് തന്നെയാണ് കൃത്യമായി. അതോടൊപ്പം തന്നെ AAP-യുമായുള്ള സഖ്യം അവിടെ ഉണ്ടായി. AAP-യെ ശക്തിയിൽ ഉൾപ്പെടുത്താത്തതാണ് പ്രശ്നമായത്. അതാണ് ഈ 22,000 വോട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. 22,000 വോട്ട് AAP-ക്ക് അത് കൂടുതൽ വോട്ടുണ്ടായിരുന്നു. അത് കിട്ടിയെങ്കിൽ ചിലപ്പം കഷ്ടിച്ച് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അത് ഈ പിന്നെ AAP-യെ പിണക്കി അവരിത്രയും വോട്ട് പിടിച്ചുകൊണ്ടാണ് ഇത് പോയത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട തർക്കവുമുണ്ട്. അത് പാർട്ടിക്കകത്ത് നടന്ന തർക്കം. ഇതിനെല്ലാം പുറമെ ഹരിയാനയിൽ വളരെ ഭംഗിയായിട്ട് RSSന്റെ നേതൃത്വത്തിൽ വലിയ ഒരു ടീം ഇറങ്ങി. അതാണ് നമ്മുടെ സൈനി പറഞ്ഞത്, ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്, ഞങ്ങൾക്കൊരു സംവിധാനം ഉണ്ട്, ആ സംവിധാനം താഴത്തെ തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് ഇപ്പം അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ അണ്ടർഗ്രൗണ്ട് വേല ഇറക്കുമെന്ന് അദ്ദേഹം മുൻകൂറായിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇവർക്ക് ആർക്കും തലയ്ക്കകത്ത് ആളവസമില്ല രാഹുൽ ഗാന്ധിയെ പോലെ എന്നാണ് അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവരൊക്കെ എത്രയോ ഇലക്ഷൻ കണ്ടിരിക്കുന്നു, എത്രയോ തന്ത്രങ്ങൾ പഠിച്ചിരിക്കുന്നു. അവരിങ്ങനെ മുൻകൂറായിട്ട് വന്ന് വിഡിത്തരം വിളമ്പും. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആ സംവിധാനം ഞങ്ങളെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞത്. എന്ത് അബദ്ധങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ബീഹാറിൽ 1ാം ഘട്ട പോളിങ്ങിൽ നിങ്ങൾ നോക്കൂ, വളരെ വളരെ ബുദ്ധിമുട്ടിലാവും ഗഡ്ബന്ധൻ. അതിനുള്ള കാര്യങ്ങളാണ് മഹാഗഡ്ബന്ധന് വരാൻ പോകുന്നത്. കാരണം ഇലക്ഷൻ്റെ തലേ ദിവസം ഇതുവരെ കൊണ്ടുവരുന്ന ടെമ്പോയെ ടപ്പെന്ന് മാറ്റിമറിക്കുക, അത് ചെയ്യാൻ പാടില്ല. അവർ വേറൊരു ടെമ്പോ കൊണ്ടുവരികയാണ്. ഇപ്പോൾ തേജസ്വിയെ കൊണ്ടുവരുന്ന ടെമ്പോ എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പൂർണ്ണതയെ മുഴുവൻ യൂസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഭരണം മാറ്റിമറിക്കാൻ ഞങ്ങൾക്കേ പറ്റുള്ളൂ, എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ ഞങ്ങൾക്കേ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പലതും അടിച്ചുകൊണ്ട് വരികയാണ്. വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എന്നാലും ആ ടെമ്പോയെ ടപ്പെന്ന് മാറ്റിക്കളയുന്ന വിധത്തിൽ ഒരു പിന്നെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. ഈ ബോംബ് വളരെ കുഴപ്പം ചെയ്യും. തീർച്ചയായിട്ടും ഇത് ബീഹാറിൽ പിന്നെ മഹാഗഡ്ബന്ധന് നഷ്ടമുണ്ടാക്കും.
ഇനി അടുത്ത 2ാം ഘട്ടത്തിലെങ്കിലും അദ്ദേഹം ഇത് അടിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കി. 1ാം ഘട്ടത്തിലെ സീറ്റും 2ാം ഘട്ടത്തിലെ സീറ്റും തമ്മിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം RJDയെയും കോൺഗ്രസ് സഖ്യത്തെയും മഹാഗഠബന്ധനെയും ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ട്വിസ്റ്റിംഗ് അതുകൊണ്ടുണ്ടാക്കുന്നു എന്നുള്ളത്. ഇത് ജനങ്ങളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെങ്കിൽ ശരി, ഇത് ഇമ്പ്രഷൻ ഉണ്ടാക്കില്ല. കാരണം അവർക്കറിയാം ഇത് 30% വോട്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ 35%, 30% ഇങ്ങനെ കിടക്കോടെ അത് വോട്ട് പിന്നെ മരിച്ചു പോയവർ കാണും, മറ്റുള്ളവർ കാണും, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയവർ കാണും. ഇതെല്ലാം കൂടെ കിടക്കും. ഇതൊരു കുത്തരിയല്ല. ഇതെല്ലാം കൂടെ BJPക്കാണ് കിട്ടിയതെന്നും കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾ തോറ്റെന്നും പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഇതൊരു പുതിയ തന്ത്രമായിട്ട് അദ്ദേഹം ഒരിക്കൽ പയറ്റി, 2ാമത് പയറ്റി, ഇതെല്ലാം ചീറ്റിപ്പോയില്ലേ? ഇപ്പോൾ 3ാമത്തേത് ഇപ്പോൾ ചീറ്റാനായിട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആരാണ് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഒരു കാരണവശാലും ഈ ഇന്ത്യയിൽ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ആരോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.